എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കറി വെക്കാൻ കിട്ടിയിരിക്കുന്ന മാച്ച മീനാണ് കേട്ടോ. അത് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാരണം ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണേ. അപ്പം നമുക്കിന്ന് മുളക് ചാറ് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പകുതി തക്കാളി കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പം നമുക്ക് വേഗം കറി വെക്കാൻ ആരംഭിക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പുകഞ്ഞ് വേണ്ടിയിട്ട് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ചേട്ടന് മുളക് ചാറ് വെക്കണായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇന്ന് മുളക് ചാറാണ് വെക്കണത്. ഇടയ്ക്ക് മാത്രം ഇവിടെ പാലൊക്കെ ഒഴിച്ച് വെക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കറിവേപ്പില ചൂടായിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ രാവിലത്തെ ബിസി ആയിട്ടുള്ള കുക്കിംഗ് ആണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തേക്കണത്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു പകുതി തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതായി വന്നപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു 3 ചെറിയ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടാ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള ചാറ് വെള്ളം ഇതിനകത്ത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് പതുക്കെ ഒന്ന് കയ്യിലിട്ടൊന്ന് ചാറ് എല്ലായിടത്തും ആക്കി കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് ആക്കി കൊടുക്കാം. ഇനി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ചെറിയ ഫ്ലെയിമിലോട്ടാക്കി അപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ അടുപ്പിൽ ഞാൻ കപ്പ ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടെ ഒരു 2 പച്ചമുളക് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും. നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിക്കണ പരിപാടി നോക്കാം കേട്ടോ. എന്നുവെച്ചാൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പാത്രത്തിലുണ്ടായിരുന്ന കറിവേപ്പിലയൊക്കെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഇപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചെറുതിലേ ഇങ്ങനത്തെ മീനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ മീനാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് വലിയ മീൻ ഒന്നും ഞാൻ കഴിക്കാറില്ല. ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാവാറില്ല. നമ്മൾ ചെറുതിലേ കഴിക്കാത്തതുകൊണ്ടേ. എന്തോ ഈ മീൻ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികമൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു കഷ്ണമൊക്കെ നമ്മൾ കഴിക്കാറുള്ളൂ കേട്ടോ.
വറുത്തതായാലും ഒരു കഷ്ണം, വെച്ചതായാലും ഒരു കഷ്ണം. അത്രയും കൂട്ടിയേ ഒരു പ്രാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ചിലര് നമ്മൾ ഒരുപാട് കഷ്ണങ്ങളൊക്കെ കൂട്ടി കഴിക്കണ കാണാം. 3, 4 കഷ്ണങ്ങളൊക്കെ. നമുക്കത് പറ്റില്ല. നമ്മളത് ഒരു കഷ്ണം മീനും, ഒരു കഷ്ണം വറുത്തതും കറി വെച്ച് അങ്ങനെ കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ കറി, മീൻ വറുത്തത്, കപ്പ. രാവിലെ ഞാൻ പുട്ടാണ് ട്ടോ ഉണ്ടാക്കിയത്. പുട്ട്. പിന്നെ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബിസി മോർണിംഗ് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.